Hello friends, welcome to my YouTube channel. So price action trading ന്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഈ ഒരു ലേണിംഗ് സീരീസിലെ കാൻഡിൽസ്റ്റിക് പാറ്റേണെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സോ കാൻഡിൽസ്റ്റിക് പാറ്റേണിൽ ഓൾറെഡി നമ്മൾ ഹാമർ ആൻഡ് ഹാങ്ങിങ് മാനിനെ കുറിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേർട്ടഡ് ഹാമറും പിന്നെ ഷൂട്ടിംഗ് സ്റ്റാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ടിങ് നമ്മുടെ ഇൻവേർട്ടഡ് ഹാമർ കാൻഡിൽ എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ ഹാമർ കാൻഡിലിനെ തിരിച്ചിട്ട ഒരു കാൻഡിൽ ഫോർമേഷൻ ആണ്. 180 ഡിഗ്രി നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള കാൻഡിൽ ഫോർമേഷൻ ആണ് നമുക്ക് ഇൻവേർട്ടഡ് ഹാമർ കാൻഡിലിന്റെ ഫോർമേഷൻ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഹാമർ കാൻഡിൽ ഫോർമേഷനിൽ നമുക്ക് ബോഡിയുടെ സൈസ് എന്ന് പറയുന്നത് തീരെ ചെറുതായിരിക്കും. അതുപോലെ തന്നെ അപ്പർ പോർഷനിലുള്ള വിക് സൈസ് എന്ന് പറയുന്നത് നമുക്ക് വലുതായിരിക്കും. ഈ ഒരു കാൻഡിൽ ബോഡീനെ ഇൻവേർട്ടഡ് ഹാമർ കാൻഡിലിന്റെ ബോഡീനെ കാട്ടിലും 2-3 ഇരട്ടി വലുതായിരിക്കും നമുക്ക് അപ്പർ പോർഷനിലുള്ള വിക് സൈസ്. സോ ഇത് നമുക്ക് ഒരു ഹാമർ കാൻഡിലുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹാമർ കാൻഡിലിൽ നമുക്ക് ബോഡീനെ കാട്ടിലും താഴെ ലോയർ പോർഷനിലുള്ള വിക് സൈസ് ആയിരുന്നു നമുക്ക് വലുതുണ്ടായിരുന്നത്. ഇൻവേർട്ടഡ് ഹാമറിൽ നമുക്ക് അപ്പർ പോർഷനിലുള്ള വിക് സൈസ് ആണ് നമുക്ക് വലുതുള്ളത്. ഓക്കെ, സോ ഇൻവേർട്ടഡ് ഹാമറിൽ നമുക്ക് ലോയർ പോർഷനിലുള്ള വിക് സൈസ് നമുക്ക് ചെറുതുമാകാം, അല്ലെങ്കിൽ നമുക്ക് താഴെ ലോയർ പോർഷനിൽ നമുക്ക് വിക്ക് ഇല്ലാണ്ടും നമുക്ക് ഉള്ള ക്യാൻഡിൽസിനെ നമുക്ക് ഈ ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിലിന്റെ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ഓക്കെ, സോ ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിൽ നമുക്ക് ഒരു ബിയറിഷ് കാൻഡിലും ആകാം, അല്ലെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് കാൻഡിലും ആകാം. സോ ഈ ഒരു കാൻഡിൽ നമുക്ക് ഒരു ബിയറിഷ് കാൻഡിലും ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബിയറിഷ് കാൻഡിൽ വന്നാലും നമുക്ക് ഒരു ഇൻവേർട്ടഡ് ഹാമർ ആയിട്ട് കൺസിഡർ ചെയ്യാം, അഥവാ ബുള്ളിഷ് കാൻഡിൽ ആണെങ്കിൽ പോലും നമുക്ക് ഇൻവേർട്ടഡ് ഹാമർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇനി ചാർട്ടിൽ നമുക്ക് ഇത് എവിടെയാണ് ഫോം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഈ ഒരു ഹാമർ കാൻഡിൽ ഈ ഒരു ഇൻവേർട്ടഡ് ഹാമർ കാൻഡിൽ ഫോം ചെയ്യാനുള്ള റീസൺ എന്താണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് കാണാം. ഓക്കെ, സോ ഈ ഒരു ഇൻവേർട്ടഡ് ഹാമർ കാൻഡിൽ എന്ന് പറയുന്നത് ഒരു സെല്ലേഴ്സിന്റെ ഒരു ഡൗൺവേർഡ് ട്രെൻഡിൽ ഏറ്റവും അവസാനം ഫോം ചെയ്യുന്ന ഒരു ക്യാൻഡിലാണ് ഇൻവേർട്ടഡ് ഹാമർ കാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു മാർക്കറ്റ് സെല്ലേഴ്സിന്റെ കൺട്രോളിൽ നിന്ന് തിരിച്ച് ഒരു ബയേഴ്സിന്റെ കൺട്രോളിലോട്ട് മാറുന്നതിന്റെ ഒരു വാർണിംഗ് ഇൻഡിക്കേഷൻ ആണ് നമുക്ക് ഇൻവേർട്ടഡ് ഹാമർ കാൻഡിൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഹാമർ കാൻഡിലിന്റെ മാത്രം ബേസ് ചെയ്തിട്ട് ഇൻവേർട്ടഡ് ഹാമർ കാൻഡിൽ നമുക്കൊരു ഡൗൺവേർഡ് ട്രെൻഡിൽ നമുക്കൊരു ഇൻവേർട്ടഡ് ഹാമർ കാൻഡിൽ നമ്മൾ കണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഒരു ട്രേഡിലോട്ട് എൻട്രി ചെയ്യാൻ പാടില്ല. സോ ഇതുപോലെ നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും നമുക്ക് ഒരു സിംഗിൾ കാൻഡിലിന്റെ ഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു ട്രേഡിലോട്ട് എൻട്രി ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇത് നമുക്ക് ഒരു സപ്പോർട്ട് സോണിലാണ് വരുന്നതെങ്കിൽ നമുക്ക് അതൊരു കൺഫർമേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. ഒരു സപ്പോർട്ട് സോണിൽ മാർക്കറ്റ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ഇന്ന് ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് നല്ലപോലെ ഒരു റേഞ്ച് നമുക്ക് നല്ലപോലെ മാർക്കറ്റ് ഫോളോ ചെയ്തു. ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മാർക്കറ്റ് ഇവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് അവിടെ നിന്ന് നല്ല ഒരു ബിഗ് ബാർ ക്യാൻഡിൽ തന്നെയാണ് മാർക്കറ്റ് ഫോളോ ചെയ്തേക്കുന്നത്. സോ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സെല്ലേഴ്സിന് നല്ല ഒരു പ്രോഫിറ്റ് ഈ ഒരു സപ്പോർട്ട് സോണിൽ എത്തുമ്പോഴത്തേക്കിന് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ അവരുടെ മാക്സിമം ആൾക്കാരുടെ എക്സിറ്റും വരുന്നത് ഈ ഒരു സപ്പോർട്ട് സോണിലായിരിക്കും എക്സിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് സോൺ അവിടെ വരുമ്പോഴത്തേക്കിന് ചെറുതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ ആ സപ്പോർട്ട് സോണിൽ വരുമ്പോൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ബയേഴ്സും ഇവിടെ ഓൾറെഡി ഒരു ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്തത് കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഈ ഒരു ബിയറിഷ് കാൻഡിലിൽ നമുക്കൊരു വിക് ഫോർമേഷൻ വന്നേക്കുന്നത്. ആ വിക് ഫോർമേഷനിൽ ക്ലോസ് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് മാർക്കറ്റ് നമുക്ക് ഓപ്പണിംഗ് വന്നേക്കുന്നത്. സോ ആ ഒരു ഓപ്പണിംഗ് വരാൻ കാരണം ഇവിടെ ഓൾറെഡി ബയേഴ്സ് എൻട്രി ചെയ്തിട്ടുണ്ട്. ആ ഒരു ബയേഴ്സിന്റെ പ്രഷർ കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഒരു വലിയൊരു വിക് ഫോർമേഷൻ നമുക്ക് ഇവിടെ ഒരു അപ്പർ പോർഷനിൽ നമുക്കൊരു വിക് ഫോർമേഷൻ വന്നേക്കുന്നത്. ഈ ഒരു ഫോളിൽ ഈ ഒരു മേളിൽ വെച്ചിട്ട് സെല്ല് ചെയ്തവർക്ക് നല്ല ഒരു പ്രോഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. സോ അവരുടെ പൊസിഷൻസ് ഒക്കെ ഇവിടെ വൈൻഡപ്പും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ബൈയിങ് പ്രഷർ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. സോ ഈ ഒരു ബൈയിങ് പ്രഷർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീട് വരുന്ന പുതിയ ഒരു ബൈയിങ് എൻട്രീസ് നമുക്ക് അവിടെ കിട്ടുക ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിത് മായ്ച്ചു കളഞ്ഞേക്കാം. സോ ഇത് ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു പുതിയതായിട്ടുള്ള ബൈയിങ് എൻട്രി പൊസിഷൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആ ഒരു ബൈയിങ് എൻട്രി പൊസിഷൻസ് നമുക്ക് ഇവിടെ സപ്പോർട്ട് സോണിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു അപ്വേർഡ് മൊമെന്റം നമുക്ക് കിട്ടി. സോ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്നൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ ഒരു
ഈ ഒരു ഇൻവേർട്ടഡ് ഹാമർ കാൻഡിലിൻ്റെ ഒരു ഫോർമേഷൻ സപ്പോർട്ട് സോണിലാണോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം നോക്കണം. അതുപോലെ തന്നെ ഒരു ഇൻവേർട്ടഡ് ഹാമർ കാൻഡിലിൻ്റെ ഈ ഒരു ഹാമർ കാൻഡിലിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പർ പോർഷനിലുള്ള വിക് സൈസ് വലുതായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് നല്ല കൂടുതൽ വോളിയം ഉണ്ടാകും. ഒരു നോർമൽ ആവറേജ് വോളിയത്തിനെക്കാട്ടിലും കൂടുതൽ ഒരു വോളിയം ഈ ഒരു ഹാമർ കാൻഡിലിൽ കാണണം. അതുപോലെ തന്നെ അതിൻ്റെ ഫോളോയിങ് കാൻഡിലും നമുക്ക് നല്ല ഒരു വോളിയം കാണണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫോളോയിങ് കാൻഡിലിൻ്റെ ഒരു കൺഫർമേഷൻ കൂടെ നമുക്ക് എടുക്കാം. സോ ഈ ഒരു ലോ, ഈ ഒരു ഇൻവേർട്ടഡ് ഹാമറിൻ്റെ ലോ നെക്സ്റ്റ് വരുന്ന ഫോളോയിങ് കാൻഡിലിൻ്റെ ക്ലോസിങ് വരുന്നത് ഈ ഇൻവേർട്ടഡ് ഹാമറിൻ്റെ ലോയുടെ താഴെ വരാൻ പാടില്ല. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇൻവേർട്ടഡ് ഹാമർ കാൻഡിലിൻ്റെ ലോ വരുന്നത്. സോ ഈ ഒരു കാൻഡിലിൻ്റെ ലോ എന്ന് വെച്ചാൽ കൺഫർമേഷൻ്റെ കാൻഡിലിൻ്റെ ക്ലോസിങ് വരുന്നത് ഈ ഇതിൻ്റെ താഴെയായിട്ട് വരാൻ പാടില്ല. സോ ഇവിടെയായിട്ട് നമുക്ക് വരാൻ പാടില്ല. വന്നിട്ടുണ്ടെങ്കിൽ ഈ ബയേഴ്സ് ഇവിടെ എൻട്രി ചെയ്ത ബയേഴ്സിനെ ബയേഴ്സ് അവിടെ വീക്കായി സെല്ലേഴ്സ് വീണ്ടും മാർക്കറ്റ് വീണ്ടും സെല്ലേഴ്സിൻ്റെ കൺട്രോളിലാണെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൺഫർമേഷൻ കാൻഡിലും കൂടെ നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, സോ ഇനി അടുത്ത് നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർ കാൻഡിൽ ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഷൂട്ടിംഗ് സ്റ്റാർ കാൻഡിൽ ഫോർമേഷൻ എന്ന് പറയുന്നത് സെയിം നമുക്ക് ഇൻവെർട്ടഡ് ഹാമർ കാൻഡിലിൻ്റെ ഫോർമേഷൻ്റെ പോലെ തന്നെയാണ് വരുന്നത്. ബട്ട് ഈ ഒരു ഫോർമേഷൻ വരുന്നത് നമുക്ക് അപ് ട്രെൻഡിലാണ് മാത്രമേ ഉള്ളൂ. സോ ഇത് നമുക്ക് ഒരു കാൻഡിൽ നമുക്ക് ബിയറിഷ് കാൻഡിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്, ഒരു ബുള്ളിഷ് കാൻഡിൽ നമുക്ക് ഇതിനകത്ത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ കാൻഡിൽ നമുക്ക് ചാർട്ടിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇത് മാർക്കറ്റ് നല്ല ഒരു അപ്വേർഡ് മൊമെൻറ്റം അപ്വേർഡ് ട്രെൻഡ് തന്ന ഒരു ഇതായിരുന്നു. അപ്വേർഡ് ട്രെൻഡ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും മാർക്കറ്റ് അവിടെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് അവിടെ മാർക്കറ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് അവിടെ നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ കാൻഡിൽ ഫോർമേഷൻ നമുക്ക് കണ്ടു. സോ ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ കാൻഡിൽ ഫോർമേഷൻ എന്തുകൊണ്ടാണ് നമുക്കവിടെ വന്നതെന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. സോ ഈ അപ്വേർഡ് ട്രെൻഡിൽ കുറേ ബയേഴ്സ് ഉണ്ടാവും. ബയേഴ്സ് ആണല്ലോ അപ്വേർഡ് ട്രെൻഡിലോട്ട് മാർക്കറ്റിനെ പുഷ് ചെയ്ത് മേളിലോട്ട് കൊണ്ടുപോകുന്നത്. സോ ആ ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ അവിടെ എത്തുമ്പം തന്നെ കുറേ പേർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാവും. ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടെ കാണാം. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് കുറേ ബയേഴ്സ് ഇറങ്ങി പോകുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിനെ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ അതുകൊണ്ടാണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് സോണിൽ മേളിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് റെസിസ്റ്റൻസ് സോണിന്റെ താഴെ വന്നിട്ട് ക്ലോസിംഗ് തന്നേക്കുന്നത്. സോ ഇതിന്റെ അർത്ഥം ആ ഒരു ബയേഴ്സിന്റെ സ്ട്രെങ്ത് കുറവായത് കൊണ്ട് തന്നെ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ അത് റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തിട്ടുമില്ല. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സോണിൽ നിന്ന് കുറേ സെല്ലേഴ്സും അവിടെ പുതിയതായിട്ട് എൻട്രി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് നമുക്ക് നെക്സ്റ്റ് ഒരു കൺഫർമേഷൻ കാൻഡിൽ നമുക്കൊരു ബിയറിഷ് കാൻഡിൽ തന്നിട്ട് മാർക്കറ്റ് നല്ലപോലെ ഫോളോ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷൂട്ടിംഗ് സ്റ്റാർ കാൻഡിൽ. ഓക്കെ, ഞാൻ അത് നെക്സ്റ്റ് എക്സാമ്പിളിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് എക്സാമ്പിളിൽ നമുക്കത് കാണാം. ഫസ്റ്റ് എക്സാമ്പിൾ. സോ ഇതിനകത്ത് മാർക്കറ്റ് ഒരു ചെറിയൊരു അപ്വേർഡ് മൊമെന്റം തന്നു. എന്നിട്ട് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ടൈറ്റ് റേഞ്ചിൽ മാർക്കറ്റ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു റെസിസ്റ്റൻസ് സോണിൽ തന്നെയാണ് നമുക്ക് ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന്റെ ഒരു ഫോർമേഷൻ വന്നേക്കുന്നത്. ആ ഷൂട്ടിംഗ് സ്റ്റാറിന്റെ ഫോർമേഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല ഒരു ഫോളോ നമുക്ക് ഇവിടുന്ന് കിട്ടിയായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കിനും ഇതൊരു 200 EMA മൂവിങ് ആവറേജ് ആണ്. സോ 200 EMA മൂവിങ് ആവറേജ് വരുമ്പം ഇവിടുന്ന് സെല്ല് ചെയ്തവർക്ക് എല്ലാവർക്കും ഇവിടെ വരുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സോ ആ സപ്പോർട്ട് സോണിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഇൻവേർട്ടഡ് ഹാമർ കാൻഡിലിന്റെ ഫോർമേഷനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു കാൻഡിൽ ഫോർമേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് കാൻഡിൽ നമുക്ക് നല്ല ഒരു അപ്വേർഡ് മൊമെന്റം എന്ന് വെച്ചാൽ നല്ല ഒരു ബയേഴ്സ് എൻട്രി ചെയ്തിട്ട് നമുക്ക് ഒരു അപ്വേർഡ് മൊമെന്റം നമുക്ക് ആ നെക്സ്റ്റ് കാൻഡിൽ നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇവിടുന്ന് സെല്ല് ചെയ്തവരുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് തന്നെയായിരിക്കും. ഈ ഒരു കാൻഡിലിന്റെ ഹൈയിലായിരിക്കും ഇവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം വരുന്നത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൊമെന്റം, നല്ലൊരു ബയേഴ്സ് ഇവിടെ നല്ല ഒരു അഗ്രസീവായിട്ടുള്ള ബയേഴ്സ് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ നല്ലൊരു വോളിയം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു വലിയൊരു ബിഗ് ബാർ കാൻഡിൽ ഇവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നമുക്ക് നല്ല ഒരു അപ്വേർഡ് മൊമെന്റം നമുക്ക് ഇവിടെ കണ്ടു. ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞിരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ കാൻഡിലിൽ കുറച്ചും കൂടെ ഒരു ഹൈ പ്രോബബിലിറ്റി വരുന്ന ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു ബിയറിഷ് കാൻഡിലാണ്. നമുക്ക് ഹൈ പ്രോബബിലിറ്റി വരുന്ന ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കാൻഡിൽ. സോ അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല ഒരു അപ്വേർഡ് മൊമെന്റം തന്നു. ഓക്കെ, ഞാൻ ആദ്യം ഈ ഒരു മാർക്കിംഗ് ഒക്കെ ഞാൻ ഒന്ന് റൈസ് ചെയ്ത് കളയാം.
ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് നമുക്ക് നല്ല ഒരു അപ്വേർഡ് മൊമെന്റം ഇവിടുന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ നല്ലൊരു അപ്വേർഡ് മൊമെന്റം തന്നു. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് മാർക്കറ്റ് നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാറിന്റെ ക്യാൻഡിൽ ഫോർമേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, സോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ബയേഴ്സിന് സ്ട്രെങ്ത് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇവിടെ വോളിയം കുറവായിരിക്കും, അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യാൻ സാധിക്കാഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത്. സോ ഇതിന്റെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ ആണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത പൊസിഷന്റെ മേളിലായിരിക്കും ഇതിന്റെ ക്ലോസിംഗ് വരുന്നത്, അല്ലെ? അങ്ങനെയാണല്ലോ നമുക്ക് ഗ്രീൻ കളർ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു റെസിസ്റ്റന്റ് സോണിൽ സ്റ്റിൽ അവിടെ ഒരു ബയേഴ്സിന്റെ സ്ട്രെങ്ത് തന്നെയാണ് കുറച്ചും കൂടെ ഒരു ഹയർ ആയിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീനും റെഡ് കളർ ക്യാൻഡിലും ഗ്രീൻ കളർ ക്യാൻഡിൽ രണ്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്നാലും ഒരു റെഡ് കളർ ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനായിരിക്കും കുറച്ചും കൂടെ ഒരു വിന്നിംഗ് പ്രോബബിലിറ്റി കൂടുതലുള്ളത്. ഓക്കെ, സോ അതിന്റെ അർത്ഥം അവിടെ ആ ഒരു ബയേഴ്സ് കംപ്ലീറ്റ്ലി അവിടെ വീക്കായി, അവിടെ കംപ്ലീറ്റ്ലി ആ ഒരു സോൺ എന്ന് പറയുന്നത് സെല്ലേഴ്സിന്റെ കൺട്രോളിലായി എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചാണ് നമുക്ക് ഇൻവേർട്ടഡ് ഹാമറിന് വരുന്നത്. ഇൻവേർട്ടഡ് ഹാമറിന് ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ ഫോർമേഷൻ ആണ് നമുക്ക് എപ്പോഴും വരുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഹൈ പ്രോബബിലിറ്റി ആണത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് കാണാം. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോർമേഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ ഇതിനകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻറ്റ് സോൺ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ആ റെസിസ്റ്റൻറ്റ് സോണിൽ നമുക്ക് ഇവിടെ തന്നെയാണ് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിരുന്നത്. ആ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോർമേഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് വീണ്ടും ആ സെയിം റെസിസ്റ്റൻറ്റ് സോണിൽ വന്നിട്ട് മാർക്കറ്റ് ചെറിയ ഒരു ഫോൾ നമുക്ക് തന്നിട്ട് മാർക്കറ്റ് പിന്നീട് ഒരു അപ്വേർഡ് മൊമെൻറ്റത്തിലോട്ട് പോകുമായിരുന്നു. സോ ഇതിൻ്റെ നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻറ്റ് സോണിൽ മാർക്കറ്റ് ഒരു ഫ്രീക്വന്റ് ആയിട്ട് ആ റെസിസ്റ്റൻസ് സോണിൽ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യുന്നുണ്ട്. സോ എവിടെയെങ്കിലും ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് സോണിൽ ഫ്രീക്വന്റ് ആയിട്ട് മാർക്കറ്റ് അവിടെ വന്ന് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് സോൺ നമുക്ക് വീക്ക് ആവുക ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നു, റെസിസ്റ്റൻസ് സോണിൽ നിന്ന് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഇവിടെ റെസിസ്റ്റൻസ് സോണിൽ വന്നു. മാർക്കറ്റ് ചെറിയൊരു ഫോളോ കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ വന്നു. മാർക്കറ്റ് വീണ്ടും ഒരു ഫോളോ കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ് സോണിൽ വന്നു. അവിടെ നിന്നാണ് നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോർമേഷൻ ഉള്ളത്. അവിടുന്ന് മാർക്കറ്റ് വീണ്ടും ഫോളോ ചെയ്തു. സോ അപ്പം ഇവിടെ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തവണ മാർക്കറ്റ് ടച്ച് ചെയ്തു, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ ഒരു 4ാമത്തെ തവണ മാർക്കറ്റ് ടച്ച് ചെയ്തു. സോ ഇവിടെ 5ാമത്തെ തവണ മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് സോണിൽ നിന്നാണ് മാർക്കറ്റ് ഫോളോ ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ വീക്കായി. സോ വീക്കായി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഈ റെസിസ്റ്റൻസ് സോണിൽ സെല്ല് ചെയ്ത എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു സോണിലായിരിക്കും. സോ ഈ ഒരു സോണിൽ മാർക്കറ്റ് ഒരു ബിഗ് ബാർ ക്യാൻഡിലിൽ മാർക്കറ്റ് ചെയ്ത് ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇവരുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് നല്ല ഒരു അപ്വേർഡ് മൊമെന്റം നമുക്ക് തന്നത്. ഓക്കെ, സോ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് ഒരു ക്യാൻഡിലിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാമായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.